ഹായ് സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഒരു അൽഗോരിതത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും? റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ടൈം കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ ഒരു അൽഗോരിതം തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറയും? ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു അൽഗോരിതം തന്നിട്ട് ആ അൽഗോരിതത്തിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ഒരു അൽഗോരിതം എഴുതിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ടും പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു അൽഗോരിതത്തിൽ നിന്ന് എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ടൈം കോംപ്ലക്സിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ടി ഓഫ് എൻ വെച്ചിട്ടാണ്. ടി ഓഫ് എൻ വെച്ചിട്ടാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റിനെ ഡിനോട്ട് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞതാണല്ലോ. സോ ഒരു അൽഗോരിതത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഓരോ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു അൽഗോരിതം, സിമ്പിൾ ഒരു അൽഗോരിതം തന്നിട്ടുണ്ട്. അൽഗോരിതം ABC ഓഫ് A, B, C എന്ന് പറഞ്ഞിട്ട് ഒരു അൽഗോരിതം തന്നിട്ടുണ്ട്. ഈ അൽഗോരിതത്തിൽ നിന്ന് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് റിട്ടേൺ A + B + C ഡിവൈഡഡ് ബൈ A - B എന്ന് തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഈ അൽഗോരിതം ഓഫ് ABC ഓഫ് A, B, C എന്ന് പറഞ്ഞാൽ ഇതൊരു ഫങ്ഷൻ ഡെഫിനിഷനാണ്. ഫങ്ഷൻ ഡെഫിനിഷനാണ്. സോ ഇതിനെന്തിൻ്റെ ആവശ്യമില്ല? ഒരു കൗണ്ട്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ A + B + C ഡിവൈഡഡ് ബൈ A - B എന്നുള്ളതാണ്. ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് വേണം? ഒരു കൗണ്ട് കൊടുക്കേണ്ടി വരും. സോ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് +1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, അതായത് ഇതാണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ A + B + C ഡിവൈഡഡ് ബൈ A - B എന്നുള്ളതാണ് നമ്മുടെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ടൈം കോംപ്ലക്സിറ്റി അവിടെ ആവശ്യമാണ്. സോ കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് +1 എന്നാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഈ ഒരു മൊത്തം അൽഗോരിതം വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കൗണ്ട് അവിടെ ആവശ്യമാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി T ഓഫ് N ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലാവുണ്ടോ? അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കൗണ്ട് രൂപത്തിലാക്കിയിട്ട് കൊടുക്കുക. ആ ഒരു കൗണ്ട് ചെയ്തതിന് ശേഷം അതാണ് എന്ത് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു അൽഗോരിതം പറയാം. അൽഗോരിതം ടു ഫൈൻഡ് സം ഓഫ് n നമ്പേഴ്സ് ഇൻ ആൻ അറേ. ഒരു അറേയിലുള്ള n നമ്പേഴ്സിൻ്റെ സമ്മ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ അൽഗോരിതമാണ് ഈ തന്നിട്ടുള്ളത്. അൽഗോരിതം സം ഓഫ് A, N കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു S ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യണം അല്ലേ? ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അൽഗോരിതം ചെയ്ത ഈ ഒരു രൂപത്തിലാണ്. ഫോർ I ഇസ് ഈക്വൽ ടു 1 to N ഡു. ദെൻ കേളി ബ്രേസ്, ഫോർ ലൂപ്പിൻ്റെ കേളി ബ്രേസ് വീണ്ടും ഓപ്പൺ ചെയ്തു. അതിലെന്ത് കൊടുത്തു? S ഈസ് ഈക്വൽ ടു S + A ഓഫ് I. A ഓഫ് I എന്ന് പറയുന്നത് നമ്മളെ അറേ കേട്ടോ. A ഓഫ് I എന്ന് കൊടുത്തു. ദെൻ കേളി ബ്രേസ്, ഫോർ ലൂപ്പിൻ്റെ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ചെയ്യണം. റിട്ടേൺ സമ്മ്. ദെൻ ഈ അൽഗോരിതത്തിൻ്റെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കേളി ബ്രേസ് ഇവിടെ ക്ലോസും ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. സോ ഇതിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇവിടെ S ഇസ് ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അൽഗോരിതം സം ഓഫ് A, N എന്ന് പറയുന്നത് ഇതൊരു ഫങ്ഷൻ ഡെഫിനിഷനാണ്. ഇതിനെന്ത് വേണ്ട? കൗണ്ടിൻ്റെ ആവശ്യമല്ല. സോ നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് S ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് വർക്ക് ചെയ്യാനായിട്ട് ടൈം ആവശ്യമുണ്ട്. സോ ഇവിടെ നമ്മളൊരു കൗണ്ട് കൊടുത്തു. കൗണ്ട്
ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇവിടെ ഒരു കൗണ്ട് കൊടുത്തു. ദെൻ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫോർ ലൂപ്പിലേക്കാണ് പോകുന്നത് അല്ലേ? ഫോർ ലൂപ്പിൽ ഐ ഇസ് ഈക്വൽ ടു 1, നമ്മളെ ഫസ്റ്റ് അരേൻ്റെ അര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ദെൻ അപ് ടു ഐ ഇസ് ഈക്വൽ ടു 2, ഐ ഇസ് ഈക്വൽ ടു 3, അപ് ടു ഐ ഇസ് ഈക്വൽ ടു n വരെ ഇത് വർക്ക് ചെയ്യും ആണല്ലോ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു ആ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, ഐ ഇസ് ഈക്വൽ ടു 1. ദെൻ നമ്മൾ പറയും ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കും അല്ലേ? ഈ ഒരു കണ്ടീഷൻ കൊടുക്കാനും വേണ്ടിയിട്ട്, ആ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു കൗണ്ട് ആവശ്യമാണ്. സോ ഇവിടെ ഒരു കൗണ്ട് വരും. കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇവിടെ ഒരു കൗണ്ട് വന്നു. ഓക്കെ. ദെൻ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ എന്ന് പറയുന്നത് ഇത് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു കൗണ്ട് വേണം അല്ലേ? ദെൻ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൗണ്ടും, ദെൻ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വേറൊരു കൗണ്ടും വന്നു. ഓക്കെ ആണല്ലോ. ദെൻ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം ഏത് വരെയാണ് നമ്മൾ ഐ ഇസ് ഈക്വൽ ഐ ലെസ് ദാൻ n വരെയാണ് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഈ ലെസ് ദാൻ n വരെ ഈ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും ആണല്ലോ. ഈ ലെസ് ദാൻ n കഴിഞ്ഞ് ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ, അതായത് അപ് ടു n വരെ ഐ ഇസ് ഈക്വൽ ടു n വരെ ആയി, അതിൻ്റെ അപ്പുറത്തേക്കാവുമ്പോൾ നമ്മളെ ഫോർ ലൂപ്പിലെ കണ്ടീഷൻ എന്തായും? ഫോൾസ് ആയി മാറും അല്ലേ? അങ്ങനെ ഫോൾസ് ആയി മാറുമ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ഔട്ട് ഓഫ് ദി ലൂപ്പിലേക്ക് നമ്മളെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് വരും. സോ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ അതൊരു കൗണ്ടാണ്. സോ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്നായി മാറി. ഇനി നെക്സ്റ്റ് ഇതെല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഇപ്പം അതിൻ്റെ ഉള്ളിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1, 2, 3, 4, 5 എന്നുള്ള 5 ലെറ്റേഴ്സാണ് ഈ ഒരു അരയിലുള്ളത് എന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം 5 പ്രാവശ്യം ഇത് എന്ത് ചെയ്യും? ഫോർ ലൂപ്പിൽ വർക്ക് ചെയ്യും ആണല്ലോ. ദെൻ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ട് അവിടെ കിട്ടും. ആ കൗണ്ടാണ് ഈ ഒരു എസ്സിലേക്ക് വരിക അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഫോർ ലൂപ്പ് എല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞു, കണ്ടീഷൻ ഫോൾസ് ആയി. ദെൻ ഈ ഒരു ഫോർ ലൂപ്പിൽ നിന്ന് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വരും. നെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുക? റിട്ടേൺ സമ്മ് റിട്ടേൺ ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഈ ഒരു എസ്സിലുണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും അല്ലേ? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ വേറൊരു കൗണ്ട് വരും. കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര കൗണ്ടായി? 1, 2, 3, 4, 5 ആണല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫോർ ലൂപ്പ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? അതായത് അപ് ടു n വരെയാണ് അല്ലേ? ഐ ഈസ് ഈക്വൽ ടു 1 to അപ് ടു n വരെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലില്ല ഈ ഒരു കൗണ്ടും ഈ ഒരു കൗണ്ടും, ഈ രണ്ട് കൗണ്ടുകൾ എന്ത് ചെയ്യും? n പ്രാവശ്യം വരും അല്ലേ? സോ ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2. സോ 2 ഇൻറ്റു n പ്രാവശ്യം ഇവിടെ വർക്കിംഗ് ആണ്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ അപ് ടു n വരെയാണ് നമ്മൾ കൊടുത്തത്. സോ n പ്രാവശ്യം വരെ ഈ ഒരു രണ്ട് കൗണ്ടുകളും വർക്കിംഗ് ആണ്. സോ 2n എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് ഇത് വരിക. ദെൻ നെക്സ്റ്റ് നമുക്ക് പുറത്ത് എത്ര കൗണ്ട് ഉണ്ട്? ഇവിടെ ഒരു കൗണ്ട് 1, ദെൻ 2, 3 ഇത്രയും കൗണ്ടുകളുണ്ട്. സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ 2n ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വേറെ ഫോർ ലൂപ്പിൻ്റെ പുറത്തായിട്ട് 3 കൗണ്ടുകളും വരുന്നുണ്ട്. നെക്സ്റ്റ് ടി ഓഫ് n ഇസ് ഈക്വൽ ടു
2n+3 എന്നായിരിക്കും ഈ ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. 2n+3 എന്നായിരിക്കും ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേറൊരു അൽഗോരിതം പറയാം. അൽഗോരിതം ടു ആഡ് 2 അറേസ്, 2 അറേസ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള അൽഗോരിതമാണ് പറയുന്നത്. സോ അൽഗോരിതം സം ഓഫ് എ കോമ ബി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്തു. ഫസ്റ്റ് അറേൻ്റെ ഫോർ ലൂപ്പാണ് വർക്ക് ചെയ്തത്. ഫോർ i = 1 to up to n വരെ വർക്കിംഗ് ആണല്ലോ. 2 അറേസ്, ഈ 2 അറേസ് തമ്മിൽ എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു അറേ ആക്കിയിട്ട് നമുക്ക് മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, 2 ഫോർ ലൂപ്പ് വർക്കിംഗ് ആണല്ലോ. ദെൻ ഫോർ i = 1 to m വരെ ഇത് വർക്കിംഗ് ആയി. നെക്സ്റ്റ് ഫോർ i = j to n വരെ, അതായത് ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ അടുത്തൊരു ഫോർ ലൂപ്പ് വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, c of i = അതായത് നമ്മൾ കൗണ്ട് ചെയ്യാനും വേണ്ടിയിട്ട് a of ij, ഇതാണ് a of ij എന്ന് പറയുന്ന എന്ത് അറേ. ഇതാണ് b of ij എന്ന് പറയുന്ന അറേ. ഈ 2 അറേസും ആഡ് ചെയ്തിട്ട് ഒരു വലിയൊരു c of ij എന്ന് പറയുന്ന ഒരു അറേയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് c of ij = a of ij + b of ij എന്ന് വരും. അതായത് ഓരോ പ്രാവശ്യം ഓരോ എലമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഇതാണ് 2 അറേസ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള അൽഗോരിതം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അതിനായിട്ട് അൽഗോരിതം സം ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. സോ ഇത് മൈൻഡ് ചെയ്യേണ്ട. നെക്സ്റ്റ് ഒരു ഫോർ ലൂപ്പ് വന്നു അല്ലേ. ഫോർ i = 1 to m വരെയുള്ള ഒരു ഫോർ ലൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞു i <m എന്നുള്ളൊരു കണ്ടീഷൻ ഇവിടെ വരും അല്ലേ. ആ ഒരു കണ്ടീഷൻ വർക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൗണ്ട് ആവശ്യമാണ്. സോ കൗണ്ട് = കൗണ്ട് +1, ഒരു കൗണ്ടായി. ഇനി നെക്സ്റ്റ് ഒരു ഫോർ ലൂപ്പ് വന്നു, സെക്കൻഡ് അറേൻ്റെ ഫോർ ലൂപ്പ്. ഫോർ j = up to n വരെ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഈ ഒരു കണ്ടീഷൻ വർക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിലും വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അവിടെ ഒരു കൗണ്ട് വരും. കൗണ്ട് = കൗണ്ട് +1 ആയി മാറും ആണല്ലോ. ഇനി ഇവിടെ ഇതാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ആഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. c of ij = a of ij + b of ij. സോ ഇവിടെയും ഒരു കൗണ്ട് വരും. കൗണ്ട് = കൗണ്ട് +1 ആയി മാറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ലൂപ്പിൽ നിന്ന് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഫോർ ലൂപ്പിലേക്ക് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഒരു കൗണ്ടും വർക്കിംഗ് ആവും. സോ ഇവിടെ കൗണ്ട് = കൗണ്ട് +1. ഇത് ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ കേസാണ് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഒരു കൗണ്ട് വരും. കൗണ്ട് = കൗണ്ട് +1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴും അവിടെ എത്തും ആണല്ലോ. ഇനി എന്ത് വരും, ഈ ഇന്നർ ഫോർ ലൂപ്പ്, അതായത് ഈ ഉള്ളിലുള്ള j = 1 to n വരെയുള്ള ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിൽ 2 കൗണ്ട് വരുന്നുണ്ട് അല്ലേ. ഈ ഒരു കൗണ്ടും ഈ ഒരു കൗണ്ടും. സോ ഇവിടെ എന്ത് വരും, n വരെയാണ് വർക്കിംഗ് ആവുന്നത്. അപ്പോൾ 2 × n എന്ന് വരും ആണല്ലോ. ഇനി ഇവിടെ വേറൊരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു ഫോർ ലൂപ്പിൽ എന്ത് വരുന്നുണ്ട്, 2 വരുന്നുണ്ട് ആണല്ലോ. ഇവിടെ ഒന്നും ഇവിടെ ഒന്നും.
ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് അത് വരുന്നത് ആണ്. അപ്പോൾ ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് 2n പ്ലസ് ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ m വരെയാണ് നമ്മൾ ചെയ്യുന്നത്, പ്ലസ് 2 ഇൻറ്റു m ഇങ്ങനെയായി മാറും. 2n പ്ലസ് 2 ഇൻറ്റു m, അതായത് ഇന്നർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ് ടു n വരെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ രണ്ട് കൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2n ആയി മാറി. ഇനി ഈ ഇന്നർ ലൂപ്പും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഈ ഔട്ടർ ലൂപ്പിൻ്റെ ഉള്ളിലാണല്ലോ. സോ ഈ ഇന്നർ ലൂപ്പും കൂടി ഔട്ടർ ലൂപ്പിലേക്ക് വരും. അതുകൊണ്ട് ഔട്ടർ ലൂപ്പിൽ നമ്മൾ എന്തുണ്ട്, രണ്ട് കൗണ്ട് എക്സ്ട്രാ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ 2n പ്ലസ് 2 ഇൻറ്റു m, നമ്മൾ m വരെയാണ് വർക്കിംഗ് ചെയ്യുന്നത്, ഇൻറ്റു m വരെയായി. ഇനി ഇവിടെ കൗണ്ട് ഉണ്ടോ, ഇവിടെ ഒരു കൗണ്ട് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു കൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ടി ഓഫ് n ഇസ് ഈക്വൽ ടു 2n പ്ലസ് 2 ഇൻറ്റു m പ്ലസ് 1 എന്നായിരിക്കും. ഇവിടെ ഒന്നും കൂടെ അല്ലേ, അപ്പോൾ പ്ലസ് 1. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2mn പ്ലസ് 2m പ്ലസ് 1 ഇതായിരിക്കും ഈ ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന ടൈം കോംപ്ലക്സിറ്റി. ഈ ടൈം കോംപ്ലക്സിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൽഗോരിതത്തിനെ അനലൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്, റിക്കേർഷൻ വെച്ചിട്ടുള്ള അനാലിസിസും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.